ഇന്നലെ നമ്മൾ ഓണം ആഘോഷിച്ചപ്പോൾ ഭക്ഷണത്തിനു വേണ്ടി അലയുന്ന, പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു പ്രദേശത്തെ ജനതയുടെ വേദനകളിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴം ഒരു പക്ഷേ നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം നമ്മൾക്ക് പട്ടിണി, വിശപ്പ് ഇതൊക്കെ ടി വിയിലും കഥകളിലും നോവലുകളിലും ഒക്കെ വായിച്ചും കേട്ടറിവും ഒക്കെ മാത്രമായിരിക്കും പരിചയം. പട്ടിണിയും വിശപ്പും അനുഭവിച്ചവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊരു പക്ഷേ ഈ ജനതയുടെ വേദന അറിയാം. ബോംബുകൾക്കിടയിൽ, തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ, പരിക്ക് പറ്റി ചികിത്സിക്കാൻ പോകാൻ ഒരു ആശുപത്രി പോലും ഇല്ലാത്ത ജനതയുടെ വേദന, അന്തിയുറങ്ങാൻ ഒരിടയും ഇല്ലാത്ത ജനത, സ്വന്തം മണ്ണിനു വേണ്ടി, ജനിച്ച നാടിനു വേണ്ടി പോരാടുന്ന ഒരു ജനത. ആ ജനതയെ പറ്റിയാണ് പറയാനുള്ളത്. പറഞ്ഞു വരുന്നത് ഗസയെ പറ്റി തന്നെയാണ്. ഗസ സിറ്റി പിടിക്കാൻ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ നിലപാടിനെതിരെ ലോകത്ത് പല കോണുകളിൽ നിന്നും വ്യാപകമായ വിമർശനങ്ങൾ വരുമ്പോഴും അതൊന്നും ചെവി കൊണ്ടിട്ടില്ല ഇസ്രായേൽ. ഇപ്പോഴിതാ നഗരത്തിലെ മുഴുവൻ കെട്ടിടങ്ങളും ഇടിച്ച് നിരപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. അതിനു വേണ്ടി ബഹുനില മന്ത്രങ്ങളിലുള്ള, അതായത് 16 നില കെട്ടിടത്തിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരത്തിലെ മുഴുവൻ കെട്ടിടങ്ങളും ഇടിച്ച് നിരപ്പാക്കാനാണ് നീക്കം. ഗസ സിറ്റിയിലെ 16 നില കെട്ടിടത്തിൽ നിന്ന് താമസക്കാരോട് ഒഴിയാൻ ഇസ്രായേൽ ആവശ്യപ്പെടുകയും ചെയ്തു. മറ്റൊന്ന് ലോകത്തെ ഞെട്ടിച്ച ഒരു വാചകമാണ്. ആ വാചകം പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഗസയിൽ നരകവാതിൽ തുറന്നു. ഗസയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ്. ഇസ്രായേൽ കാറ്റ്സിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഒഴിയാനുള്ള, അതായത് ഗസ സിറ്റിയിൽ നിന്ന് സമ്പൂർണ്ണമായി ആളുകൾ ഒഴിയാനുള്ള ഒരു മുന്നറിയിപ്പാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ UN കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുകയുണ്ടായി. UN പറഞ്ഞൊരു കാര്യം, സ്ഥിതി അങ്ങേയറ്റം ആപൽക്കരമാണ്. വിവിധ UN ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉടൻ വെടിനിർത്തൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ഹൃദയഭേദക രംഗങ്ങൾക്കാകും ലോകം സാക്ഷ്യം വഹിക്കുകയെന്ന് ലോകാരോഗ്യ സംഘടനയും വ്യക്തമാക്കുന്നുണ്ട്. ബന്ദികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന ഇസ്രായേൽ ഇന്റലിജൻസ് വിഭാഗം ബന്ധുക്കളെ അറിയിച്ചതായി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങേയറ്റം ദുരിതപൂർണമാണ് ഗസയുടെ അവസ്ഥ. MCA നാസർ ഉണ്ട് ദുബായിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകാനായി. MCA, നമുക്കറിയാം UN അടക്കം കൃത്യമായി മുന്നറിയിപ്പുകൾ ഓരോ ദിനവും നൽകിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും കണക്കുകൾ, പട്ടിണി കിടന്ന് മരിക്കുന്ന ആളുകളുടെ കണക്കുകൾ, പട്ടിണി കിടന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കണക്കുകൾ, ഇതെല്ലാം തന്നെ നമ്മൾ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഗസയിൽ എന്താണ് സംഭവിക്കുന്നത്? ഗസ സിറ്റിയിൽ 23 മാസം പിന്നിടുന്ന ഈ ആക്രമണത്തിന്റെ ഏറ്റവും വ്യാപ്തിയുള്ള ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ സേന കടന്നിരിക്കുന്നത്. കാരണം ഇന്നലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഏറ്റവും കടുപ്പമേറിയ, അതല്ലെങ്കിൽ പിന്നെ നരകത്തിന്റെ വാതിലുകൾ തുറക്കുകയാണ് ഇനി എന്ന ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾ തുടരുന്നു. ഷെല്ലാക്രമണങ്ങളിൽ യാതൊരു കുറവുമില്ല. അതുമാത്രമല്ല, ജനങ്ങൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന സ്ഥലത്തെ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് തന്നെ ഈ ആക്രമണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ഇന്നലെ 16 നിലകളുള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് ആളുകളോട് പൂർണ്ണമായിട്ടും ഒഴിയാൻ ആവശ്യപ്പെടുന്നു. അത് കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂറുകൾ പിന്നിടുന്ന ഘട്ടത്തിൽ ആ കെട്ടിടം ഒന്നാകെ ബോംബാക്രമണത്തിലൂടെ തകർക്കുന്ന ഒരു ദൃശ്യം ലോകമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. ഇന്നും അസമാനമായിട്ടുള്ള ഒരു ബഹുനില കെട്ടിടം ആളുകളോട് ഒഴിയാൻ ആവശ്യപ്പെടുന്നു. മണിക്കൂറുകൾക്കകം ആ കെട്ടിടവും പൂർണ്ണമായിട്ടും തകർക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് മാത്രമല്ല, താൽക്കാലിക ടെന്റുകളും വസതികളും ഒക്കെ തകർത്തുകൊണ്ട്, അതായത് പൂർണ്ണമായിട്ടും നിലംപരിശാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃത്യമായിട്ടുള്ള ഒരു വംശഹത്യാ പദ്ധതി തന്നെയാണ് ഗസ സിറ്റിയുടെ കാര്യത്തിൽ ഇസ്രായേൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ പല രാജ്യങ്ങളുടെയും ശക്തമായിട്ടുള്ള എതിർപ്പുകൾ, UN-ന്റെ മുറവിളികൾ, ഇതൊക്കെയും അവഗണിച്ചുകൊണ്ടാണ് ഈ ഗസ പിടിച്ചെടുക്കൽ പദ്ധതിയുമായിട്ട് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം അടുത്തൊരു 3 മാസത്തിനുള്ളിൽ തന്നെ ഗസ സിറ്റി തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന ഒരു സൂചനയും വിലയിരുത്തലുമാണ് പ്രതിരോധ മന്ത്രാലയം നടത്തുന്നത്. പക്ഷേ അതേസമയം തന്നെ സ്ഥിതിഗതികൾ അതിസങ്കീർണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. UN ഏജൻസികൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം അചിന്ത്യമായത് പലതും ഗസയിൽ നിന്ന് ഇനി കേൾക്കാൻ പോവുകയാണ്. കാരണം അത്രയേറെ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഗസ സിറ്റി. ഹമാസിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കേന്ദ്രം കൂടിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് തങ്ങളുടെ സർവ്വ സൈനിക സന്നാഹങ്ങളും, ഏറ്റവും മാരകമായിട്ടുള്ള ബോംബുകൾ, നവീന ആയുധങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്
ഈ ഗസ സിറ്റി പിടിച്ചെടുക്കൽ യജ്ഞവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇസ്രായേലിൻ്റെ ഉള്ളിൽ അതിശക്തമായിട്ടുള്ള പ്രതികരണം ഇതിനെതിരെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇന്നലെ 2 ബന്ദികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരുന്നു. അതിൽ അവർ പറയുന്നത് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് തങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല, പക്ഷേ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾ ഒരുപക്ഷെ തങ്ങളുടെ ജീവൻ പോലും എടുത്തേക്കുമെന്ന് തങ്ങൾ ഭയപ്പെടുന്നുണ്ട് എന്നാണ് ഈ ബന്ദികൾ ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ആ വീഡിയോ കൂടി പുറത്തു വന്നതോടുകൂടി ജെറൂസലമിലും ഹൈഫയിലും തെല്ലവീവിലുമൊക്കെ വൻതോതിലുള്ള പ്രക്ഷോഭ പരിപാടികളാണ് അരങ്ങേറുന്നത്. ഇന്നിപ്പം തെല്ലവീവിലെ വിദ്യാഭ്യാസ കേന്ദ്രത്തിന് മുമ്പാകുകയും വൻതോതിൽ ആയിരങ്ങൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുജന പ്രക്ഷോഭ പരിപാടികൾ അരങ്ങേറുന്നുണ്ട്. പ്രതിപക്ഷം അതിശക്തമായി തന്നെ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങണം, അതല്ല എങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാണെന്ന മുന്നറിയിപ്പുകൾ അവർ നൽകുന്നു. അതോടൊപ്പം തന്നെ അന്തർദേശീയ തലത്തിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭവും സമ്മർദ്ദ പരിപാടികളും തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 40ഓളം രാജ്യങ്ങളിലെ സന്നദ്ധ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ഉൾപ്പെടുന്ന സുമുദ് ഫ്ലോട്ടില ഇസ്രായേലിൻ്റെ തീരത്തേക്ക് വരാൻ ഇനി 1-2 ദിവസം മാത്രമാണുള്ളത്. പക്ഷേ ആ സുമുദ് ഫ്ലോട്ടിലെയും നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ഈ ഐക്യദാർഢ്യ കപ്പലുകളെ തടയാനും അതിലെ സന്നദ്ധ പ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയും അറസ്റ്റ് ചെയ്യാനും അങ്ങനെ കപ്പലുകൾ കണ്ടെടുക്കാനുമുള്ള ഒരു നീക്കമാണിപ്പോൾ ഇസ്രായേൽ നാവികസേന തുടരുന്നത്. പക്ഷേ ഇതൊക്കെയും അവഗണിച്ചുകൊണ്ട് അത് ശക്തമായി തന്നെ ഗസക്കുള്ള ഐക്യദാർഢ്യവുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഗ്രേറ്റ തുംബർഗ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ആക്ടിവിസ്റ്റുകളും മറ്റും വ്യക്തമാക്കുന്നത്. പക്ഷേ സ്ഥിതിഗതികൾ UN ഏജൻസികളൊക്കെ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അത്യന്തം ആവൽക്കരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. സിവിലിയൻ ടാർഗറ്റ് എന്നത് സിവിലിയൻ കൂട്ടക്കുരുതി അതിൻ്റെ വ്യാപ്തിയിലേക്ക് നീങ്ങും. അതോടൊപ്പം തന്നെയാണ് ഭക്ഷ്യ വിഭവങ്ങൾ മറ്റ് സഹായങ്ങൾ ഗസയിലേക്ക് എത്തിക്കുന്നതിനും ഇസ്രായേൽ ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം അത് വളരെ കുറഞ്ഞ തോതിൽ മാത്രം എത്തിച്ചാൽ മതിയെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. UN-ൻ്റെയും മറ്റും മേൽനോട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഏറെക്കുറെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. മരുന്നില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ജനങ്ങളെ പൂർണ്ണമായിട്ടും തെക്കൻ ഗസയിലേക്ക് മാറ്റാനുള്ള ഒരു ആസൂത്രിത നീക്കമാണ് നടക്കുന്നത്. ഇവരെ ഒരു പക്ഷേ വേണമെങ്കിൽ ഈജിപ്തോ മറ്റോ അവരെ അഭയാർത്ഥികളായി സ്വീകരിച്ചേക്കും എന്ന ഒരു പ്രതികരണം കൂടി ഇന്നലെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഈജിപ്ത് അത് നിഷേധിച്ചിട്ടുണ്ട്. അത്തരമൊരു നടപടികൾക്കും തങ്ങൾ തയ്യാറല്ല. തങ്ങളുടെ പേരിൽ ഇസ്രായേൽ അത്തരം കാര്യങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തുന്നത് ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല എന്നാണ് ഇപ്പോൾ ഈജിപ്ത് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സ്ഥിതിഗതികൾ വളരെ ഭയാനകമായിട്ടുള്ള രീതിയിലേക്ക് മുന്നേറുന്നു എന്നത് തന്നെയാണ് ഇന്ന് നടന്നിരിക്കുന്ന വ്യാപകമായിട്ടുള്ള ആക്രമണ സംഭവങ്ങൾ കൂടി ഗസയിൽ നിന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. MCA നാസറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. MCA ഈ വാക്കുകൾ പറയുമ്പോൾ പോലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ അത് ഒരു ഉരുകുന്ന വേദനയാണ്. അവിടുത്തെ കാഴ്ചകൾ, ആ ചിത്രങ്ങൾ, ഗസയുടെ പൂർണ്ണാവസ്ഥ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ആഹാരത്തിനു വേണ്ടി കൈനീട്ടുന്ന, ആഹാരത്തിനു വേണ്ടി പാത്രം നീട്ടുന്ന കുഞ്ഞുങ്ങൾ, കെട്ടിടങ്ങൾ നാമാവിശേഷമാകുമ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, കിടപ്പാടമില്ലാതെ വലയുന്ന ആളുകൾ, നമ്മൾ സുരക്ഷിതമായി ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ അതിനു പോലും പറ്റാതെ സുരക്ഷിതമായി അന്തിയുറങ്ങാൻ കഴിയാതെ ഏത് നിമിഷവും ബോംബുകൾ വന്ന് വീഴുമെന്ന പേടി സ്വപ്നം കൊണ്ട് കഴിയുന്ന കുഞ്ഞുമക്കൾ, സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ, രോഗികൾ, ഇവരുടെയെല്ലാം വേദന കണ്ടിൽ നിന്ന് നടിക്കുകയാണ് ഇസ്രായേലിലും ഒപ്പം തന്നെ അവരുടെ ഭരണകൂടവും എന്ന് പറയാം. ഈ ഘട്ടത്തിൽ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് UAE അടക്കം ശക്തമായ അപലപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലത്തെ പ്രസ്താവനയ്ക്കെതിരെ, ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രസ്താവനയ്ക്കെതിരെ UAE അടക്കം ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്.